ഹലോ, ട്രഡീഷണൽ ട്രീറ്റ്സിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോരി എടുക്കുന്നത് നല്ല കൊഴുവ വറുത്തത് പോലെ തോന്നണില്ലേ? പക്ഷെ കൊഴുവ വറുത്തതല്ല കേട്ടോ. ഇത് സംഭവം പൊളിയാണ്. നമ്മൾക്ക് വെജിറ്റേറിയൻസിനൊക്കെ മീൻ വറുത്തത് കഴിക്കുന്നത് പോലെ അതേ രുചിയിൽ അല്ലെങ്കിൽ അതേ ഗുണത്തിൽ കഴിക്കാവുന്നൊരു സംഭവമാണ് ഈ കോവയ്ക്ക. ആ കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള പിഞ്ച് കോവയ്ക്കായിരിക്കും ഏറ്റവും കുറച്ചും കൂടെ നല്ലത്. ഒത്തിരി മൂത്തത് പഴുക്കാറായതൊന്നും വേണ്ട. പിഞ്ച് കോവയ്ക്കയാണെങ്കിൽ ടേസ്റ്റ് കിട്ടും, തന്നെയല്ല നല്ല കഴിക്കാനും രസമായിരിക്കും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് കഴുകി പൊട്ടിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകാപ്പള്ളി. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടോ കേട്ടോ. ഇങ്ങനത്തെ എളുപ്പപ്പണികളും ഇതൊക്കെ കാണാം കണ്ടോ. ഇത് ചെറുതാണെങ്കിലും അകത്ത് വാടി തുടങ്ങി. ഞാൻ 2 ദിവസമായി, ചൂടല്ലേ പറിച്ച് വെച്ചിട്ട്. ഞാനിത് ഒന്നും കൂടെ അരിയുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ 2 പാതിയാക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ 2 പീസ് മതി. ഇനി എങ്ങനെയോ ആവാം. ഇതങ്ങനെ കുഴഞ്ഞ് പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അത് പക്ഷേ നല്ലൊരു രുചിയാണ്. നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും എനിക്കിഷ്ടം കോവയ്ക്ക ചെയ്യുന്നതാണ്. നല്ല രസമാണ് ചോറുണ്ണാൻ. ഇത് മാത്രം മതി, ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കീറി എടുക്കുക. ആദ്യം നമുക്ക് ആവശ്യമുള്ള ഇത് കീറി മാറ്റി വയ്ക്കാം. എന്താ എന്ത് പെട്ടെന്ന് ചൂടത്തത് മൂക്കണേക്ക് മുമ്പ് ഞാൻ പറിച്ചെടുത്തതാണ്. പക്ഷേ വകം ചുമന്നു തുടങ്ങി, എന്ത് പറയാനാ അല്ലേ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കീറി വയ്ക്കണം. അപ്പോൾ ഒരു കറിയൊക്കെ ഉള്ളൂ, അതിൻ്റെ കൂടെ തൊടുകറി ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഉപ്പേരികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ പിന്നെ ഉപ്പേരി ഉണ്ടെങ്കിൽ ഇതൊരു സൈഡായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടിയായിട്ട് ഇടണത്. മഞ്ഞൾപ്പൊടിയും നല്ല ചുവന്ന മുളക് പൊടിയുമാണ് ഇടുന്നത്. ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ പലരും പല വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ചേർക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. പിന്നെ നമ്മളിടുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കണ്ടോ. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ലേശം ചേർക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക സ്മെല്ല് കിട്ടും. പിന്നെ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കുക കേട്ടോ. വേറെ കോൺഫ്ലോറോ ഇതൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് തൂവിയത്. വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിലേക്ക് നന്നായിട്ട് ഒരു പ്രത്യേക രുചിയും കിട്ടും. അതിലേക്ക് വെളിച്ചെണ്ണ പിടിച്ച് ഇരിക്കുകയും ചെയ്തോളും. പിന്നെ അത് എണ്ണ കുടിക്കില്ല നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. എണ്ണ കുറച്ച് മതി. ഫ്രൈങ് പാനിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പരട്ടി കുറച്ച് സമയം വയ്ക്കുക. എന്നിട്ട് ഊണ് കഴിക്കാറാകുമ്പോൾ മാത്രം കേട്ടോ ഇതിങ്ങനെ വറുത്തെടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തളർന്നു പോകും. ആ ഊണ് സമയത്ത് തന്നെ അത് വറുത്തെടുത്തിട്ട് ഉണ്ണാനിരുന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല മുരിഞ്ഞു തന്നെ കിട്ടും. അപ്പോൾ നല്ല രസമാണത് അന്നേരം ചോറുണ്ണാകുമ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പരട്ടി വെച്ചിരിക്കാം. എന്നിട്ട് ഉണ്ണാൻ നേരത്ത് പപ്പടമൊക്കെ കാച്ചുമല്ലോ നമ്മൾ, അതുപോലെ ആ സമയത്ത് നമ്മളിത് വറുത്ത് കോരിയെടുത്തിട്ട് ചോറുണ്ടാൽ മതി. അപ്പോൾ നല്ല ഇതായിട്ട് തണുപ്പത്ത് കഴിക്കാൻ അത്ര തളർന്നു പോകുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുകയാണ് ഞാൻ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്നിട്ട് ഈ തവയിൽ ഇങ്ങനെ നിരത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ മീൻ അടുക്കുന്ന പോലെ അടുക്കി നിരത്തുക. അതിന് ശേഷം കുറഞ്ഞ തീയിൽ കുറച്ച് സമയം അങ്ങനെ ഇട്ടേക്കുക. എന്നിട്ടത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അതിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. തീ കുറച്ചിടണേ, തീ ഒരുപാട് കൂട്ടരുത്. അപ്പോൾ ഞാനൊരു സൈഡ് കഴിഞ്ഞപ്പോൾ അടുത്തത് മറിച്ചിടുന്നുണ്ട് കണ്ടോ. അപ്പോൾ പൊടിയൊക്കെ മറിച്ചിടുന്ന പോലെ നല്ല രസമാണ്. അതങ്ങനെ ഒന്നിലൊന്നിൽ പിടിക്കാതെ മറിച്ചിടാം. പിന്നെ ഇതിനകത്ത് ചിലർ ചോദിക്കും മല്ലിപ്പൊടി ചേർക്കണോ, മസാലപ്പൊടി. ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ മുളക്, മഞ്ഞൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം ചേർത്തു. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും സംഭവം ജോറാണ്. അല്ല ആ പച്ച കളർ അങ്ങനെ ഉണ്ട്, അതിൻ്റെ അടി നല്ല മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവിടെ തീ കുറച്ചിട്ടിട്ട് അവിടെ ഇട്ടിരുന്ന അവിടെ കിടന്ന് അത് മുരിഞ്ഞ് നന്നായിട്ട് വന്നോളൂ. കണ്ടോ നോക്കി. ഇപ്പോൾ മീൻ വറുത്തതല്ലാന്ന് ആരെങ്കിലും പറയുമോ? കൊഴുവ വറുത്താന്നല്ലേ തോന്നുള്ളൂ. നോക്കി ഇത് രസമായിട്ടാണ്, അതേപോലെ ടേസ്റ്റുമാണ്. പക്ഷേ കോവയ്ക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മീനിൻ്റെ ഗുണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ കോവയ്ക്ക് കൂട്ടാത്തവർക്കൊക്കെ അതേ സംഭവം ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ നല്ല മോരുകറിയോ തൈരൊക്കെ കൂട്ടി കഴിക്കുമ്പം ഈ കോവയ്ക്കയുടെ ഈ ഒരു പൊരിയലിനിടാം, കോവയ്ക്ക പൊരിയൽ. അങ്ങനെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം കമൻറ്റിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ
എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സ്നേഹങ്ങളൊക്കെ കോരി തരണേ. അപ്പം അടുത്ത നല്ല നാടൻ റെസിപ്പിയുമായിട്ടോ ഇനിയിട്ട വരവ്. നമ്മളെല്ലാം അധികം നാടൻ ഇത് വെച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിഷ്ടമുള്ളവരൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.